അദ്ദേഹത്തിന് എന്താണ് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഒരു പരിചയം ഞാൻ കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ രീതി പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, അതിനോടൊന്നും നമ്മൾക്ക് ഒരു യോജിപ്പും ഇല്ല. അതുപോലത്തെയുള്ള ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യവും ഇല്ല. ഈ കേസ് 120B അദ്ദേഹം ഒരു അതോറിറ്റിയല്ല. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഒരാൾക്കറിയാം, അല്ലെങ്കിൽ കോടതിക്ക് അങ്ങനത്തെ കേസുകൾ കേട്ട കോടതിക്കും അറിയാം 120B ആധികാരികതയുണ്ട്. അതേപ്പറ്റി വേറൊരാൾ പറയാൻ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. അത് പാടെ തള്ളിക്കളയുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയുള്ള കോടതി വിധിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 2 എപ്പിസോഡുകളിൽ ഒന്നിൽ മഞ്ജു വാര്യർ ദിലീപിനെതിരെ രംഗത്തെത്തിയതിനെക്കുറിച്ചും അതിജീവിതയുടെ പ്രതികരണത്തെക്കുറിച്ചും, മറ്റൊന്നിൽ ബാലചന്ദ്രകുമാറിന്റെ മൊഴി എന്തുകൊണ്ടാണ് കോടതി വിശ്വാസത്തിൽ എടുക്കാതിരുന്നത് എന്നതിനെക്കുറിച്ചുമെല്ലാം 2 ഘട്ടങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്തു. ഈ 3ാമത്തെ എപ്പിസോഡിലേക്ക് പോവുകയാണ്. ജോർജ് സാർ ഒപ്പമുണ്ട്. സാർ, ഈ നടിയെ ആക്രമിച്ച കേസിൽ വിധി പ്രസ്താവിക്കുന്നതിന് മുൻപ് വിധിയുടെ വിശദാംശങ്ങൾ ചോർന്നുവെന്ന ഊമക്കത്തിനെ കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസ് DGPയെ വിവരം ധരിപ്പിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ ഈ കത്ത് കിട്ടിയതിൽ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസിന് പരാതി നൽകിയിരുന്നു. കേസിൽ 1 മുതൽ 6 വരെ പ്രതികളെ ശിക്ഷിക്കുമെന്നും മറ്റുള്ളവരെ വെറുതെ വിടുമെന്നും വിധി എഴുതിയ ശേഷം ദിലീപിന്റെ അടുത്ത സുഹൃത്തിനെ കാണിച്ചു എന്നെല്ലാമായിരുന്നു ഈ കത്തിലെ ആരോപണം. ഇതേക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണോ? ഈ കത്ത് അത്രയും ഗൗരവതരമാണോ? തീർച്ചയായിട്ടും ഇതേക്കുറിച്ച് അന്വേഷിക്കണമല്ലോ. കാരണം വിധിയിലെ നമ്മൾ കേരളത്തിലെ ജനസമൂഹം മുഴുവൻ ആ കേസിൻ്റെ വഴിത്താരെ കൂടെ സഞ്ചരിച്ച ജനങ്ങളെല്ലാം പ്രൂഡൻ്റായ പലരും 100% ദിലീപിനെ ശിക്ഷിക്കുമെന്ന് കരുതിയത്. ദിലീപിനെ വെറുതെ വിടുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ വിട്ടു കോടതി. ആ വിടും എന്നുള്ള വിവരം, അതിനകത്ത് 1 മുതൽ 6 വരെ അവരെ മാത്രം ശിക്ഷിച്ചുകൊണ്ട് ദിലീപിനെ പുറത്ത് വിടുന്നു എന്നുള്ള വിവരം, അത് ജഡ്ജ്മെൻ്റ് കോടതിയുടെ നിഗമനം, കോടതിയുടെ കൺക്ലൂഷനാണ്. ആ വിവരം 33 പേർക്ക് ലെറ്ററിൽ കൂടെ ആരോ അയച്ചിരിക്കുന്നു. ഒരേ പോസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെയാണ് മുഖം മറച്ച ഒരാൾ അവിടുത്തെ CCTV ദൃശ്യത്തിൽ കണ്ടു. അയാൾ വന്നിട്ട് 33 രജിസ്റ്റേർഡ് തപാൽ ആണ് അയച്ചിരിക്കുന്നത്. അത് തന്നെ എത്ര മണിക്കൂർ എടുത്തിട്ടുണ്ടാവും അയാൾ അവിടെ നിന്ന് അത് അയക്കാനായിട്ട്. അങ്ങനെ അയച്ചിരിക്കുന്നത് 33 പേരിനകത്തും ഈ ജഡ്ജ്മെൻ്റ് രത്നച്ചുരുക്കം പറഞ്ഞിരിക്കുന്നു. ആ രത്നച്ചുരുക്കം അത് പറഞ്ഞത് കൃത്യമായിരുന്നു. അത് 2-ാം തീയതിയാണ് അത് അയച്ചിരിക്കുന്നത്. ഏകദേശം 8-ാം തീയതിയാണ് ഫൗണ്ട് ഗിൽറ്റി 6 പേര് ഫൗണ്ട് ഗിൽറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ബാക്കിയുള്ളവരെ വെറുതെ വിട്ടു. 7, 8, 9, 10 പേരെ വെറുതെ വിട്ടു. അതിനുശേഷം 12-ാം തീയതിയാണ് അവരുടെ ആ 6 കുറ്റവാളികൾക്ക് ശിക്ഷ കോടതി കൊടുത്തത്. അപ്പം 12-ാം തീയതിക്കും 10 ദിവസത്തിനകം 10 ദിവസം മുമ്പ് ഈ കേസിൻ്റെ കാതലായ കാര്യങ്ങൾ 33 പേർക്ക് അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ്, കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ് പ്രസിഡന്റിനും ജസ്റ്റിസ് കമാൽ പാഷയ്ക്കും അങ്ങനെ 33 പേർക്ക് അത് ലഭിച്ചിരിക്കുന്നു. അത് ലഭിച്ച ആ രജിസ്റ്റേർഡ് ലെറ്ററിനകത്തെ കണ്ടൻസ് തന്നെയാണ് ജഡ്ജ്മെൻറ്റിൻ്റെ വിധിയും വന്നിരിക്കുന്നത്. അതിനകത്ത് ആരോ ജഡ്ജ്മെൻറ്റ് എഴുതിയ ഒരാളുടെ പേരൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. അത് അജിത്ത് എന്ന് പറഞ്ഞ ഒരാൾ 10-ാം പ്രതിയെ കാണിച്ചിട്ടാണ് അപ്രൂവൽ വാങ്ങിച്ചതെന്നൊക്കെ അങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുന്നത്. നമുക്ക് എത്രത്തോളം അത് ശരിയാണെന്ന് അറിയില്ല. എങ്കിലും അത് ആ രീതിയിലൊന്നും നമ്മൾ പ്രതികരിക്കുന്നില്ല. കാരണം അങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ 33 പേർക്ക് കോടതിയുടെ ആ ജഡ്ജ്മെൻ്റ് രത്നച്ചുരുക്കം ലഭിച്ചിരിക്കുന്നു 10 ദിവസം മുമ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് അത് അഡ്വക്കേറ്റ് അസോസിയേഷൻ, ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ അതിൻ്റെ കോപ്പി കൊടുക്കുകയും അത് നടപടി വേണമെന്ന് പറഞ്ഞ് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെ സംബന്ധിച്ചൊരു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ് പൊതു നന്മയ്ക്ക്. അതിനാണ് കേസെടുക്കാനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ DGPക്ക് DGPക്ക് ലെറ്റർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും കേസെടുക്കണം. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് 3 സ്ഥലത്ത് ആഷ് വാല്യൂ മാറ്റിയ അതിൻ്റെ ഒറിജിനൽ ഡിജിറ്റൽ ആ ദൃശ്യത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചുള്ളതിനും തീർച്ചയായിട്ടും എടുക്കണം. അങ്ങനെ ആ 3 കേസും ഇതുപോലെ ഇപ്പോഴത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ജഡ്ജ്മെൻറ്റ് നേരത്തെ പുറത്തേക്ക് വന്നു എന്നുള്ള കാര്യത്തിൽ സുതാര്യത ഇല്ല ആ കാര്യത്തിൽ. അതുകൊണ്ട് ആ കാര്യത്തിന് ഒരു കേസെടുക്കുന്നത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി DGP കരുതണം എന്നാണ് ഞാൻ കരുതുന്നത്.
ഈ കേസിൽ അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനുമെതിരെ ഗുരുതരമായ കൃത്യവിലോപമാണല്ലോ വിധിന്യായത്തിൽ കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വേണ്ടത്ര ഒരു തെളിവും ദിലീപിന്റെ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ഹാജരാക്കിയില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ഇത് സത്യമാണ് എങ്കിൽ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ പോയാലും കേസ് നിലനിൽക്കുമോ? കേസ് നിലനിൽക്കും ഹൈക്കോടതിയിൽ, അതിന് യാതൊരു സംശയമില്ല. ഇവരുടെ ആ വ്യൂ ഒരിക്കലും ഹൈക്കോടതിക്ക് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അതിന് അവിടെ നീതി ലഭിച്ചില്ലെങ്കിൽ സുപ്രീം കോടതി പോവും. സുപ്രീം കോടതി തീർച്ചയായിട്ടും ഇതിന് പരിഹാരം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന, സമൂഹത്തെ ഞെട്ടിക്കുന്ന, ഇന്ത്യയെ ഞെട്ടിച്ച ഒരു കൊട്ടേഷനാണ്. അതിനകത്ത് ഒരാളെ സംശയം ഉണ്ടെങ്കിൽ അത് കൊട്ടേഷൻ കൊടുത്ത ആളെ കൃത്യമായ പോലീസ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അയാളുടെക്കെതിരായിട്ടുള്ള എവിഡൻസ് വിശ്വസിക്കത്തക്കതാണെങ്കിൽ അയാളെ ശിക്ഷിക്കേണ്ടത് ഉത്തരവാദിത്വം ഹൈക്കോടതിക്ക്, സുപ്രീം കോടതിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ദിലീപിന് നടിയോട് വ്യക്തിവൈരാഗ്യമുള്ളതായി തെളിയിക്കാൻ സാധിച്ചില്ല, ദിലീപും പൾസർ സുനിയും ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ല എന്നൊക്കെയുള്ള പരാമർശങ്ങളും കണ്ടെത്തലുകളും വിധിന്യായത്തിലുണ്ട്. ഇത് അപ്പീലിൽ എങ്ങനെയായിരിക്കും പ്രോസിക്യൂഷൻ നേരിടാൻ പോകുന്നത്? അപ്പീൽ ഹർജിയിൽ ഇത് പ്രോസിക്യൂഷന് തിരിച്ചടിയാകുമോ? ഒരു തിരിച്ചടിയുമില്ല. ഇങ്ങനെയുള്ള എത്രയോ കേസ് വെറുതെ വിട്ടുപോയവരെ തിരിച്ച് ഹൈക്കോടതി കൊണ്ടുവന്നിട്ട് അവരെ ശിക്ഷിപ്പിച്ച് ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ജില്ലാ കോടതിയുടെ തീരുമാനത്തോട് തീർച്ചയായിട്ടും വിയോജിക്കുന്ന എല്ലാവരും, അങ്ങനെ വിയോജനം ഉള്ളത് കൊണ്ടാണല്ലോ അപ്പീൽ പോകുന്നത്. നീതി ലഭിച്ചില്ല. ഇത്ര ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്യാൻ പൾസർ സുനിക്ക് ഒരു വൈരാഗ്യം നടിയുമായിട്ട് ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ആ ഗാങ്ങിനില്ല, അയാൾക്കൊരു മോട്ടീവില്ല. അയാൾ അവരെ നിന്ന് പൈസ വാങ്ങാൻ ഈ ദൃശ്യം എടുത്തിട്ടിട്ട് അവരോട് പൈസ ചോദിച്ചതായിട്ടും അറിവില്ല. പണം വേണമെങ്കിൽ തരാമെന്ന് അവർ പറഞ്ഞപ്പോൾ എനിക്ക് വേണ്ട, എനിക്ക് ആവശ്യത്തിനുള്ള പണം കിട്ടി എന്ന് ആ വിക്ടിം പറഞ്ഞത് എന്തിനാണ് കോടതി അവിശ്വസിക്കുന്നത്? അപ്പോൾ അത് ആ 1 മുതൽ 6 പ്രതികൾക്ക് അവരോട് വൈരാഗ്യമില്ല, അവരൊരു കൊട്ടേഷൻ എടുത്തതാണ് എന്ന് അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം അത് വിക്ടിമല്ലേ പറഞ്ഞത്. സാർ, മറ്റൊരു കാര്യമുള്ളത്, കോടതി ഉന്നയിച്ച ചോദ്യത്തിൽ ഒന്ന് മാഡം ആരാണ് എന്ന് കണ്ടെത്തിയില്ല എന്നാണ്. പൾസർ സുനി പറഞ്ഞ ആ മാഡം ആരായിരിക്കും? അങ്ങനെ ഒരു കഥാപാത്രമുണ്ടോ? അത് പോലീസ് അന്വേഷിച്ച് അങ്ങനെ ഒരു മാഡമില്ല. അത് സാധാരണ കള്ളന്മാരൊക്കെ അങ്ങനെയല്ലേ, ഈ കുറ്റം ചെയ്യുന്നവരൊക്കെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലല്ലേ പറയുള്ളൂ. ദിലീപിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ മാഡത്തിൻ്റെ കഥ ഉണ്ടാക്കി കൊടുത്തത്. ആ മാഡം ആരാണെന്ന് പോലീസ് കണ്ടുപിടിച്ചു. അതൊരു മാഡമല്ലല്ലോ, അത് വെറുതെ പറഞ്ഞതല്ലേ. അത് മാഡമായ ഒരു സ്ത്രീ ഇതിനകത്തില്ല, അവരൊരു കൊട്ടേഷനും കൊടുത്തിട്ടില്ല. അവർ ആ മാഡമാകാൻ സാധ്യതയുള്ളവരെല്ലാം പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയല്ലോ. അവർക്കാർക്കും ഒരു കൊട്ടേഷൻ കൊടുത്തതായിട്ട് പോലീസിന് ഒരു എവിഡൻസ് കിടക്കാൻ കിട്ടിയില്ല. പക്ഷേ ദിലീപിന് മാത്രം. ആർക്കാണ് വൈരാഗ്യം ആ നടിയുടെ അടുത്ത്? അത് ദിലീപിന് മാത്രമല്ലേ ഉള്ളൂ. വേറെ ആർക്കാണ് അവരോടും വൈരാഗ്യം? ആരെങ്കിലും വൈരാഗ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അവർ സിനിമാ വേദിയിൽ വളരെ ശാന്തമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. തമിഴ്, തെലുങ്ക്, കർണാടക, അതേ സമയത്തൊക്കെ മലയാളം, ഈ എല്ലാ 4 ഭാഷയിൽ അഭിനയിക്കുന്നവരല്ലേ. അവർ നല്ലൊരു നടിയാണ്. അവരോട് ക്രൂരമായി പെരുമാറുന്ന പറഞ്ഞാൽ അത് ദിലീപിൻ്റെ ഫാമിലി പ്രശ്നത്തിൽ അവർ ഇടപെട്ടുകൊണ്ടല്ലേ. അവർ കാരണമാണല്ലോ മഞ്ജു വാര്യർ ദിലീപിൽ നിന്നും പിന്മാറിപ്പോയത്. കാവ്യ മാധവനുമായിട്ടുള്ള ബന്ധം അത് ഇവർ പറഞ്ഞതുകൊണ്ടല്ലേ അവരെ ക്രൂരമായ രീതിയിൽ അവരെ പീഡിപ്പിച്ചത്. അതുകൊണ്ട് അതിനകത്തൊന്നും ആർക്കും സംശയമില്ല. അതിനകത്ത് ചെറിയ ഒരു എവിഡൻസ് മതിയില്ലേ അത് ശിക്ഷിക്കാൻ. മറ്റുള്ള അതുപോലെ അത് മുഴുവൻ എവിഡൻസ് അങ്ങനെ ഇന്ത്യയിൽ ആർക്കും ഒരു 120B എന്നുള്ള ഒരു IPC സെക്ഷൻ, അത് BNSലും വന്നിട്ടുണ്ട്. IPC സെക്ഷൻ ഇന്ത്യയിലെ ആർക്കും ഇതിനപ്പുറത്തോട്ട് പ്രൂവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം ആണ്. കാരണം അത് രഹസ്യമായ 2 പേരുടെ ധാരണയുടെ പുറത്തുണ്ടാകുന്നതാണ്. ആ ധാരണയിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ള ചില ഊഹാപോഹങ്ങളല്ലാതെ അതിലപ്പുറത്തോട്ട് ചില ദൃശ്യങ്ങളും ഫോട്ടോകളും അവർ സംസാരിക്കുന്നതും അങ്ങനെയുള്ള എവിഡൻസ് കൂടുതലൊന്നും. പിന്നെ എന്ത് എവിഡൻസാണ് കോടതി ആവശ്യപ്പെടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു എവിഡൻസ് 120Bക്ക് ലഭിക്കില്ല എന്നൊരു ലഭിച്ചതായിട്ട് അറിവുമില്ല. ഒന്നും വേണ്ടല്ലോ, നമ്മൾ പാർലമെൻറ്റ് അക്രമത്തിൽ അതിനകത്ത് ആ അക്രമത്തിനെ പിന്തുണച്ച് അതിന് സപ്ലൈ ചെയ്ത ഫണ്ട് സബ്സിഡിയാളെ തൂക്കിക്കൊന്നല്ലോ. അതെന്താ 120B അവിടെ വളരെ സ്ട്രോങ് ആണ്? സംശയം മാത്രമാണ്. ആ സംശയം വളരെ സ്ട്രോങ് ആണ്, അതുകൊണ്ടാണ് അയാളെ തൂക്കിക്കൊന്നത്. അത് തന്നെയല്ല. അപ്പോൾ അതുപോലെ ഒരു സ്ട്രോങ് ആയി 100% മറ്റ് സെക്ഷനിലെ ഒഫൻസസ് ഒക്കെ റിവീൽ ചെയ്യുന്ന പോലെ 100% നമുക്ക് ഈ 120Bയിലെ എവിഡൻസ് ഇന്ത്യയിൽ അല്ല ലോകത്തൊരിടത്തും കിട്ടില്ല. ചില ഊഹാപോഹങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് ചില നീക്കങ്ങളും അത് മതി ഒരാളെ ഇതിനകത്ത്. ധാരാളം നമ്മൾ ഇപ്പം
NIA കേസും മറ്റൊക്കെ ധാരാളം 120B വന്നിട്ടുണ്ട്. അവരെല്ലാം ശിക്ഷിപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. അതിനകത്ത് ഡയറക്റ്റ് എവിഡൻസ് വേണ്ടല്ലോ. കാരണം അതിനകത്തൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്ന് മാത്രം തെളിഞ്ഞാൽ മതി. ഇവിടെയും ആ കാര്യത്തിൽ കൃത്യമായ രീതിയിൽ പോലീസ് ബൈജു പൗലോസ് എവിഡൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറം ഒരു എവിഡൻസ് ആർക്കും കളക്ട് ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കേസിലെ അതിപ്രധാനമായ ഒരു ആരോപണമായിരുന്നു മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടു എന്നത്. എന്നാൽ വിധിന്യായത്തിൽ ഈ ആരോപണം കോടതി നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ അതിജീവിതയുടെ ഈ ആരോപണം മേൽക്കോടതികളിൽ ഇനി നിലനിൽക്കുമോ? നിലനിൽക്കും. അതൊക്കെ ചില ധാരണകൾ മാത്രമേ ഉള്ളൂ. അത് പരിശോധിച്ചെന്നുള്ളൊരു സത്യമാണ്. അത് ഫോറൻസിക് റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. മൂന്ന് കോടതിയുടെ പരിധിക്കുള്ളിൽ 3 കോടതിയുടെ ഓഫീസിനുള്ളിൽ വെച്ചാണ് ഇത് നടന്നിരിക്കുന്നത്. അതിനെന്താ അത് വളരെ കോൺക്രീറ്റ് ആയ എവിഡൻസ് ആണ്. അപ്പോൾ അതിനകത്ത് കോടതി അത് പറയുന്നതിനോട് യോജിക്കാനായിട്ട് കഴിയില്ല നമുക്കാർക്കും. കാരണം അതിന് കേസെടുക്കട്ടെ, പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അത് സത്യമാണെന്ന് കണ്ടെത്തിയതാണല്ലോ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതിനൊരു ക്രിമിനൽ കേസ് എടുക്കണമല്ലോ, അതിനകത്ത് കണ്ടെത്തിയവരെ ശിക്ഷിക്കണമല്ലോ. ഈ കേസിനകത്ത് ഇത്രയും ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്ത 120B കോടതി വെറുതെ വിട്ടു. അതുകൊണ്ട് അത് ആ ദൃശ്യത്തിനകത്ത് കൈകടത്തിയവർ ആളെ കണ്ടുപിടിക്കാൻ വലിയ വിഷമമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കോടതിയെ ചോദ്യം ചെയ്യേണ്ടി വരും, കോടതിയുടെ അവിടുത്തെ സ്റ്റാഫിനെ ചോദ്യം ചെയ്യേണ്ടി വരും. അവർ പറയണമല്ലോ ആരാണ് അതിൻ്റെ കസ്റ്റോഡിയൻ, ആരുടെ കയ്യിലാണ് ഇരുന്നത്. ഒരാളുടെ വീട്ടിൽ കൊണ്ടുപോയി ഇത് 2 മാസം വെച്ചിരുന്നല്ലോ. അതൊക്കെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡോക്യുമെൻ്റ് അല്ലേ ഈ തൊണ്ടിയായിട്ട് വന്നിരിക്കുന്നത്. അത് വേറൊരാൾ അവിടുത്തെ ഗുമസ്തൻ്റെ ആയാലും ശരി, ക്ലാർക്കിൻ്റെ ആയാലും വീട്ടിൽ 2 മാസം ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ അവരെയൊക്കെ ശിക്ഷിക്കണ്ടേ? ഇത് അത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റുമോ? ഇത്രയും ക്രൂരമായ പീഡനത്തിൻ്റെ ദൃശ്യമല്ലേ അത്. അവർ മരണം വരെ അവർ ഭയപ്പെടുന്നതാണത്. ആ ദൃശ്യം വെളിയിൽ പോയി, അത് വേറൊരാൾ ഫോട്ടോ എടുത്തുകൊണ്ട് പോയില്ലേ. അത് തീർച്ചയായിട്ടും അത് കണ്ടെത്തണം. ആരാണ് എടുത്താലും ശരി അവരെ ശിക്ഷിക്കണം. അവരെയും ഏകദേശം ഇത് എവിഡൻസ് നശിപ്പിക്കുന്നത് മാത്രമല്ല, ഈ ഗൂഢാലോചന അവരും പങ്കുണ്ടല്ലോ. അപ്പോൾ അവരെ കൂടെ പ്രതിസ്ഥാനത്ത് ചേർത്ത് വേണ്ടേ അത് ഇനി കൊടുക്കാൻ. സാർ, മറ്റൊരു കാര്യമുള്ളത്, ശ്രീജിത്ത് പണിക്കർ ഈ വിധിയെ അനുകൂലിച്ച് നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട്, ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ. കോടതിയുടെ വിധി കൃത്യമാണ് എന്ന രീതിയിലായിരുന്നു പല അവലോകനങ്ങളും. സാറുമായി കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ശ്രീജിത്ത് പണിക്കർ കൊമ്പുകോർക്കുകയും ചെയ്തതാണ്. ശ്രീജിത്ത് പണിക്കർ ഈ വിധിയെ അടിസ്ഥാനമാക്കി പറയുന്ന ചില കാര്യങ്ങളിൽ ന്യായമില്ലേ? അതങ്ങനെ ഖണ്ഡിക്കാൻ പറ്റുമോ? ശ്രീജിത്ത് പണിക്കർ പറയുന്നതിൽ എന്താണ് പൊരുത്തക്കേടുള്ളത്? അത് പാടെ തള്ളിക്കളയണം. കാരണം അദ്ദേഹത്തിന് എന്താണ് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഒരു പരിചയം ഞാൻ കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിധി പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അതിനോടൊന്നും നമ്മൾക്ക് ഒരു യോജിപ്പും ഇല്ല. അതുപോലത്തെയുള്ള ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യവും ഇല്ല. ഈ കേസ് 120B അദ്ദേഹം ഒരു അതോറിറ്റി അല്ല. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഒരാൾക്കറിയാം, അല്ലെങ്കിൽ കോടതിക്ക് അങ്ങനത്തെ കേസുകൾ കേട്ട കോടതിക്കും അറിയാം 120B ആധികാരികതയുണ്ട്. അതേപ്പറ്റി വേറൊരാൾ പറയാൻ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. അത് പാടെ തള്ളിക്കളയും.